രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരിക സഞ്ജുവിനെയാണ്. സഞ്ജുവാണ് രാജസ്ഥാന്റെ നട്ടല്ലേ. സഞ്ജു ഇല്ലാത്ത രാജസ്ഥാൻ ടീമിനെ പറ്റി ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇന്ന് സഞ്ജു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ കുറവ് ഇന്ന് ശരിക്കും കാണാനുണ്ടായിരുന്നു. റിയാൻ പരാഗ് മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. ജോഫ്രെ ആർച്ചർ റൺസ് വാരി കൊടുക്കുകയായിരുന്നു. എന്നിട്ടും ആർച്ചറെ കൊണ്ട് തന്നെ പരാഗ് പന്തെറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈദരാബാദ് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് രാജസ്ഥാൻ കളി തോറ്റ ശേഷം സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കളി തോറ്റതിലല്ല, മറിച്ച് എനിക്ക് ക്യാപ്റ്റനാകാൻ സാധിക്കുന്നില്ല. ടീമിന് വേണ്ടി ഇമ്പാക്ട് പ്ലെയറായിട്ട് കളിക്കുമ്പോൾ എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് ടീമിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടണം. എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ സന്തോഷകരമായിരിക്കുള്ളൂ. ഞാനിപ്പോൾ വെറും ഒരു ബാറ്റ്സ്മാൻ മാത്രമാണ്. ഒരു കളിയിൽ മുഴുവനായിട്ട് പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ആ കളിയെ പറ്റി കൂടുതൽ പഠിക്കാൻ സാധിക്കൂ. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് മോശമായിരുന്നു. പ്രത്യേകിച്ച് ജോഫ്രെ ആർച്ചർ. അവനിങ്ങനെ ബൗൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. റൺസുകൾ അവൻ വാരിക്കോരി വിട്ടുകൊടുക്കുകയായിരുന്നു. ആർച്ചർ ശരിക്കും മോശം പ്രകടനമാണ് പുറത്തെടുത്തത്. ബൗളേഴ്സാണ് ഞങ്ങൾക്ക് പണി തന്നത്. ബാറ്റിങ്ങിൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ സെറ്റാണ്. പക്ഷേ ബൗളിങ്ങിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്. ഹൈദരാബാദ് ഇങ്ങനെ അടിച്ചു കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വരാൻ പോകുന്ന മത്സരങ്ങളിൽ മികച്ച ബൗളിംഗ് പുറത്തെടുക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. ബോൾട്ടിനെ വിട്ടുകൊടുത്ത് ആർച്ചർ വാങ്ങിയത് അബദ്ധമായിരിക്കുകയാണ്. അതുപോലത്തെ മോശം ബൗളിംഗ് ആണ് ആർച്ചർ ഇന്ന് പുറത്തെടുത്തത്. റൺസുകൾ വാരിക്കോരി വിട്ടുകൊടുക്കുകയായിരുന്നു. 70 റൺസിന് മുകളിൽ ആർച്ചർക്ക് ഇന്ന് അടി കിട്ടിയിട്ടുണ്ട്. മികച്ചൊരു ബൗളർ ഇല്ലാത്തതും രാജസ്ഥാന് തിരിച്ചടിയാവുന്നുണ്ട്. ബോൾട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ രാജസ്ഥാന് ഈ ഗതി വരില്ലായിരുന്നു. 250 റൺസിനുള്ളിൽ ഹൈദരാബാദിനെ ഒതുക്കാൻ സാധിച്ചാൽ ഇന്ന് രാജസ്ഥാന് ജയിക്കാമായിരുന്നു. ബാറ്റിങ്ങിൽ മികച്ച കളി രാജസ്ഥാൻ പുറത്തെടുത്തിട്ടുണ്ട്. ബൗളിംഗ് ആണ് അടിപതറിയത്. സഞ്ജു ക്യാപ്റ്റൻസി ഇല്ലാത്തതും രാജസ്ഥാന് ക്ഷീണമാണ്. റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി മോശമാണ്. സഞ്ജു ഇമ്പാക്ട് പ്ലെയറായിട്ട് കളിച്ചിട്ട് മികച്ച പ്രകടനം പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.